പടച്ച റബ്ബ് നാം ഏവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും റബ്ബ് പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇത് പ്രത്യേകമൊന്ന് ഉണർത്തുന്നത്, കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ വൈഫിന് പെട്ടെന്നൊരു പനി വന്നു. വൈകുന്നേരമായപ്പോൾ ശരീരവും അവയവങ്ങളൊന്നും ജോയിൻറ്റ് പെയിനും ഒക്കെ കൊണ്ടിട്ട് ശരീരം അനക്കാൻ കഴിയില്ല. വീൽ ചെയറിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെയും ആ രോഗം ബാധിച്ചു. എനിക്ക് പിന്നെ ഷുഗർ ഇല്ലാത്തത് കൊണ്ട് അത്രത്തോളം വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ലെങ്കിലും ജോയിൻറ്റ് പെയിനും റുക്കോയിൽ നിന്ന് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാനുമൊക്കെ നല്ല പ്രയാസമുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, നമ്മെ കാലാവസ്ഥ മഴക്കെടുതിയുമായി വരുന്ന ഈ പ്രതികൂലമായ കാലാവസ്ഥയിലുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മെ നിത്യരോഗികളായി കിടത്തിക്കളയും. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അത്തഹൂറു ഷത്രുൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ്റെ മറ്റൊരു വചനം അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ അർത്ഥ പകുതിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടും പരിസരം മാത്രമല്ല, തൊട്ടടുത്തൊരു പറമ്പാണെങ്കിൽ ആ പറമ്പിൽ നിന്നുള്ള കൊതു നമ്മുടെ കാമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ചെറിയ മക്കളെയൊക്കെ ഈ രോഗം ബാധിക്കും. പടച്ച റബ്ബ് കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാട് മനുഷ്യരെ, ഒരു ഗർഭിണിയായ സ്ത്രീയെ തന്നെ നന്നായിട്ട് ബാധിച്ചിട്ട് അവർക്ക് എണീക്കാനും ഇരിക്കാനും കഴിയാതെ ദുരന്തപൂർണമായ അവസ്ഥയിലാണ്. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് എൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എൻ്റെ കാഴ്ചയ്ക്ക് നീ ആഫിയത്ത് നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല റബ്ബേ.